കുറച്ചുനാൾ മുമ്പ് ഞാനൊരു ബ്രെഡ് പോളയുടെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ആണ് ഈ കാണുന്നത്. എനിക്കിത് പ്രൗഡ്ലി സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഷ് അല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഞാൻ ഇന്ന് അതിന്റെ റീമേക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത് മാത്രമല്ല, എന്റെ ഫസ്റ്റ് എവർ എയർ ഫ്രൈ കേക്കും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ച പോലെ തന്നെ നമുക്ക് വേണ്ട വെജീസ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല പൗഡേഴ്സ് ഒക്കെ ഒന്ന് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ചിക്കൻ സീസണിങ്ങും പാപ്രിക്ക പൗഡറും ഗരം മസാലയൊക്കെയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വെക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഇതൊരു എക്സ്പെരിമെന്റ് അല്ലാത്ത കാരണം കൊണ്ട് തന്നെ ഞാനിവിടെ വൈറ്റ് ബ്രെഡ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. നേരത്തെ കണ്ട ആ ബ്രെഡ് സ്ലൈസസ് ഒന്ന് ഡിപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു എഗ് മിക്സ്ചർ ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഈ ഒരു എഗ് മിക്സ്ചർ എനിക്ക് മതിയായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ലെയർ സെറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ ഇതുപോലെ ഒരു മിക്സ്ചർ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇതൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാനായിട്ട് നമുക്കൊരു 5 to 6 eggs എങ്കിലും വേണ്ടി വരും. എന്നിട്ട് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അത് കുക്കായി വരുമ്പോഴേക്കും നമുക്ക് നമ്മുടെ ഫസ്റ്റ് എവർ എയർ ഫ്രൈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. എന്റെ കേക്ക് റെസിപ്പീസിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. ആക്ച്വലി ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കാൻ പഠിച്ചത് എന്റെ ഉമ്മാന്റെ കയ്യിൽ നിന്നാണ് കേട്ടോ. ഇതിന് ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഈ ഒരു കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ എയർ ഫ്രയറിന് ഒരു താല്പര്യക്കുറവ്. പക്ഷെ ഞാനൊന്ന് ഫോഴ്സ് ചെയ്തപ്പോ റെഡി ആയിട്ടോ. ആ സമയത്ത് നമ്മുടെ ബ്രെഡ് പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് കേക്ക് ഒന്ന് പുറത്തെടുത്തപ്പോ അതായിട്ടില്ല. അവ വീണ്ടും വെച്ചു. ഇപ്പൊ ഇത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ ഇടിയപ്പവും കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ ഇന്നത്തെ ഡിന്നറിന് എന്റെ ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. സോ ഇന്നത്തെ വിശേഷം അത്രേ ഉള്ളൂ. ബൈ.